ബട്ടർ ഗാർലിക് മഷ്റൂം. ഇത് വെള്ളമാണ്. ഇതിങ്ങനെ വെച്ചാൽ അടുപ്പത്ത് വെച്ചാൽ ചൂടാകുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള വെള്ളം ഇറങ്ങി വരുന്നതാണിത്. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. ഇനി ഈ വെള്ളം വറ്റുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ബട്ടർ ഇടണം, ഗാർലിക് ഇടണം. എന്നിട്ട് ഇത് മാറ്റി വെക്കാം. ഇതാദ്യം മാറ്റി വെക്കാം. എന്നിട്ട് ബട്ടറും ഗാർലിക്കും ഇടാം. ഇപ്പം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. വെള്ളം വറ്റിയിട്ട് ഇതേപോലെ വെച്ചാൽ ഒരു ബ്രൗൺ കളർ ഗോൾഡൻ കളറാവും. അതിന് ശേഷം നമുക്ക് നടുക്കൊരു സ്ഥലം ഉണ്ടാക്കി അതിലേക്ക് ബട്ടറും ഗാർലിക്കും ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ടിട്ടുണ്ട്. ബട്ടർ ചൂടായതിന് ശേഷം ഗാർലിക് ഇടാം. ഇതിലേക്ക് ഗാർലിക് ഇടാം. ഗാർലിക്കിൻ്റെ നല്ല മണം വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഗാർലിക്ക് നരിഞ്ഞ് വന്നതിന് ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചില്ലി ഫ്ലക്സ് ഇടാം. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്, മൊരിഞ്ഞ് വരുന്നുണ്ട്. നല്ല പോലെ മൊരിഞ്ഞ് വരട്ടെ. ഇപ്പം നല്ല മണം വരുന്നുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യാം. ഇതിൽ നിന്നൊന്ന് ആയി വന്നതിന് ശേഷം ചില്ലി ഫ്ലക്സ് ഇടാം. ചില്ലി ഫ്ലക്സ് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചത്. ഇത് നല്ല വറുത്ത് പൊടിച്ച് വെച്ചതാണ്. ഇത് കുറച്ച് ഇതിലേക്ക് ഇടുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിന് നമുക്ക് നോക്കിയിട്ട് ഇട്ടാൽ മതി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് ഇത്. ഇനി കുറച്ച് മല്ലിയിലയും ഇട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇടാം. മിക്സ് ചെയ്യാം. റെഡി, മഷ്റൂം ഫ്രൈ റെഡി. മഷ്റൂം ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും ചോറിനോ എല്ലാത്തിൻ്റെ കൂടെ ഇത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എത്തി എടുത്തിട്ട് കുറച്ച് ഉപ്പുണ്ട്. നമ്മൾ ഫസ്റ്റ് ഉപ്പിട്ടതാണ്, അതിന് ശേഷം ഇട്ടിട്ടില്ല. അതിൻ്റെ ഇപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. ഇത് കൂടി ഇടുന്നുണ്ട്.